തമിഴ് സിനിമയുടെ ചരിത്രത്തിലെ ഇതിഹാസമായി മാറിയ ശിവാജി ഗണേശന്റെ ജീവിതം ഏതൊരു സിനിമയെയും വെല്ലുന്ന നാടകീയമായ ഒരു കഥയാണ്. 1928 ഒക്ടോബർ 1 തമിഴ്നാട്ടിലെ വില്ലുപുരത്താണ് വി.സി. ഗണേശൻ എന്ന ഗണേശമൂർത്തി ജനിച്ചത്. അദ്ദേഹം ജനിച്ച അന്ന് തന്നെ പിതാവ് ചിന്നയ്യപ്പിള്ള രാഷ്ട്രീയ സമരങ്ങളുടെ ഭാഗമായി ബ്രിട്ടീഷ് അധികാരികളാൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. 7-ാം വയസ്സിൽ വീട്ടുകാരുടെ സമ്മതമില്ലാതെ സഞ്ചരിക്കുന്ന ഒരു നാടക സംഘത്തിനോടൊപ്പം ചേർന്നതിൽ പിന്നെയാണ് അദ്ദേഹത്തിൻ്റെ കലാലോകത്തേക്കുള്ള അവിസ്മരണീയമായ പ്രയാണം ആരംഭിക്കുന്നത്. പിന്നീട് 10-ാം വയസ്സിൽ തിരുച്ചിറപ്പള്ളിയിലെ പ്രശസ്തമായ ഒരു ബോയ്സ് കമ്പനിയിൽ ചേർന്ന് അദ്ദേഹം അഭിനയത്തിൻ്റെ ബാലപാഠങ്ങൾ കഠിനമായി അഭ്യസിച്ചു. നാടകവേദികളിലെ കഠിനമായ ശിക്ഷണമാണ് പിൽക്കാലത്ത് അദ്ദേഹത്തെ മഹാനായ നടനാക്കി മാറ്റിയത്. തുടക്കത്തിൽ സ്ത്രീവേഷങ്ങൾ കെട്ടിയിരുന്ന അദ്ദേഹം കഥകളി, ഭരതനാട്യം, മണിപ്പൂരി തുടങ്ങിയ ക്ലാസിക്കൽ നൃത്തരൂപങ്ങളിലും പ്രാവീണ്യം നേടിയിരുന്നു. സംഭാഷണങ്ങൾ പെട്ടെന്ന് ഹൃദ്യസ്ഥമാക്കാനുള്ള കഴിവും അപാരമായ ശബ്ദ ഗാംഭീര്യവും അദ്ദേഹത്തെ നാടകവേദികളിൽ മുൻനിര നായകനാക്കി മാറ്റി. ഈ കാലഘട്ടത്തിൽ നൂർജഹാൻ എന്ന നാടകത്തിലെ പ്രകടനം കണ്ടാണ് പിൽക്കാലത്ത് അദ്ദേഹത്തിന് സിനിമയിലേക്കുള്ള വാതിലുകൾ തുറക്കപ്പെട്ടത്. ഇത് ഇറന്നുപോன റാണിക്കാக കട്ടപ്പെട്ട താജ്മഹൽ അല്ല, ഉയിരോട് ഇരിക്കും എൻ കാതലിക്കാக കട്ടപ്പെട്ട വസന്ത മാളികை. ഇത് സമാധിയല്ല, സന്നിധി. ஆண்டவன் மட்டும் எனக்கு பறக்கும் சக்தியை கொடுத்திருந்தால் ஆகாயத்திலே மின்னிக்கொண்டிருக்கும் அத்தனை நட்சத்திரங்களையும் எடுத்து வந்து இங்கே தோரணம் கட்டி தொங்க விட்டிருப்பேன். ഗണേശൻ എന്ന പേര് ശിവാജി ഗണേശൻ എന്ന് മാറിയതിന് പിന്നിൽ തമിഴ് രാഷ്ട്രീയ ചരിത്രത്തോട് ചേർത്ത് വയ്ക്കാവുന്ന ഒരു സംഭവമുണ്ട്. CN അണ്ണാദുരൈ രചിച്ച ശിവാജി കണ്ട ഹിന്ദുരാജ്യം എന്ന നാടകത്തിൽ മറാത്ത ചക്രവർത്തിയായ ഛത്രപതി ശിവജിയെ അതിഗംഭീരമായി അവതരിപ്പിച്ചത് ഗണേശനായിരുന്നു. ഈ പ്രകടനം കണ്ട ആവേശം പൂണ്ട സാമൂഹിക പരിഷ്കർത്താവ് പെരിയാർ EV രാമസ്വാമിയാണ് അദ്ദേഹത്തിന് ശിവാജി എന്ന പട്ടം നൽകിയത്. ഈ സംഭവത്തിന് ശേഷമാണ് അദ്ദേഹം ശിവാജി ഗണേശൻ എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത്. 1952 പുറത്തിറങ്ങിയ പരാശക്തി എന്ന ചിത്രത്തിലൂടെയാണ് ശിവാജി ഗണേശൻ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. മുത്തുകരുണാനിധിയുടെ വിപ്ലവകരമായ സംഭാഷണങ്ങൾ ശിവാജി ഗണേശൻ അവതരിപ്പിച്ച രീതി തമിഴ് സിനിമാ രംഗത്തെ ഒരു വിപ്ലവമായിരുന്നു. ചിത്രത്തിലെ പ്രശസ്തമായ കോടതി രംഗങ്ങൾ ഇന്നും തമിഴ് സിനിമാ പ്രേമികളുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒന്നാണ്. இந்த குற்றவாளியின் வாழ்க்கை பாதையிலே கொஞ்ச தூரம் பின்னோக்கி நடந்து பார்த்தால் அவன் கடந்து வந்துள்ள காட்டார்கள் எவ்வளவு என்று கணக்கு பார்க்க முடியும். വീരപാണ്ഡ്യ കട്ടബൊമ്മൻ എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് 1960 കെയ്റോയിൽ നടന്ന ആഫ്രോ ഏഷ്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനുള്ള പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. ആദ്യ ചിത്രം തന്നെ വൻ വിജയമായതോടെ അദ്ദേഹം തമിഴ് സിനിമയിലെ അനിഷേധ്യ നായകനായി ഉയർത്തപ്പെട്ടു. ഈ ചിത്രം തമിഴ് സിനിമയെ പാട്ടുകളിൽ നിന്ന് സംഭാഷണങ്ങളിലേക്ക് കേന്ദ്രീകരിക്കുന്ന രീതിയിലേക്ക് മാറ്റിമറിച്ചു. വൈവിധ്യമാർന്ന വേഷങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ മികവ് നടികർ തിലകം എന്ന പേരും നേടിക്കൊടുത്തു. തൻ്റെ 100ാമത്തെ ചിത്രമായ നവരാത്രിയിൽ 9 വ്യത്യസ്ത കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ലോകത്തെ വിസ്മയിപ്പിച്ചു. കല്യാണം പണിക്കവും തോണലേ, അവളെ വിവാഹരത്ത് പண்றதுக்கு ഇഷ്ടമില്ല. அந்த நாடகம் நேத்தோட முடிஞ்சு போச்சு. പൈത്യക്കാര വേഷത്തെ കളച്ചു. അന്താരാഷ്ട്ര തലത്തിൽ ഈ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ നടനായിരുന്നു ശിവാജി ഗണേശൻ. അഭിനയത്തിനൊപ്പം രാഷ്ട്രീയത്തിലും അദ്ദേഹം സജീവമായിരുന്നു. പിന്നീട് കോൺഗ്രസ് അനുഭാവിയായ അദ്ദേഹം രാജ്യസഭാ അംഗമായി സേവനമനുഷ്ഠിച്ചു. MGRന്റെ മരണശേഷം സ്വന്തമായി തമിഴക മുന്നേറ്റ മുന്നണി എന്ന പാർട്ടി രൂപീകരിച്ചെങ്കിലും തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയായിരുന്നു. രാഷ്ട്രീയത്തിൽ താനെടുത്ത ചില തീരുമാനങ്ങൾ തെറ്റായിരുന്നുവെന്ന് പിന്നീട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ശിവാജി ഗണേശന്റെ അഭിനയശൈലി കമലഹാസൻ, രജനികാന്ത് തുടങ്ങിയ അനവധി നടന്മാരെ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഹോളിവുഡ് നടൻ മെർലിൻ ബ്രാൻഡയോടാണ് ലോകം അദ്ദേഹത്തെ ഉപമിച്ചിരുന്നത്. രാജ്യം അദ്ദേഹത്തിന് പത്മശ്രീ, പത്മഭൂഷൺ എന്നീ ബഹുമതികൾ നൽകി ആദരിച്ചു. കൂടാതെ ഫ്രഞ്ച് സർക്കാരിൻ്റെ പരമോന്നത ബഹുമതിയായ ഷെവലിയർ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചു. 1997 ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ പുരസ്കാരമായ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡും അദ്ദേഹം കരസ്ഥമാക്കി. 5 പതിറ്റാണ്ടോളം നീണ്ട സിനിമാ ജീവിതത്തിൽ 280-ലധികം ചിത്രത്തിൽ അദ്ദേഹം വേഷമിട്ടു. തേവർ മകൻ എന്ന ചിത്രത്തിലെ പ്രകടനം അദ്ദേഹത്തിന് ദേശീയ പുരസ്കാര ജൂറിയുടെ പ്രത്യേക പരാമർശം നേടിക്കൊടുത്തു. 2001 ജൂലൈ 21 72-ാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്നായിരുന്നു അന്ത്യം. എങ്കിലും തൻ്റെ അനശ്വരമായ കഥാപാത്രങ്ങളിലൂടെ ഇന്നും ശിവാജി ഗണേശൻ ജനമനസ്സുകളിൽ ജീവിക്കുന്നു. മുന്നോട്ടുള്ള ഞങ്ങളുടെ ഈ യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരൂ.
ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്